അങ്ങനൊന്നും പറയില്ലേ. പ്രണവ് ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് പറ. എനിക്ക് അറിയത്തില്ല ശിവാനി. ഇത് കണ്ടിട്ടേതോ ഗോഡൌൺ പോലെ ഏതോ സ്ഥലമൊന്നുമല്ല, എനിക്ക് അറിയത്തില്ല. പ്രണവ് ഒരു കാര്യം ചെയ്യ്, വേഗം അവിടുത്തെ ലൊക്കേഷൻ എനിക്ക് അയച്ച. ഞാൻ അങ്കിളിനെ ആന്റി പോലീസിനെ കൂട്ടി അങ്ങോട്ട് വരാം. ഞാൻ അയച്ചുതരാം. നീ എന്റെ ഫോൺ എടുത്ത് കോൾ ചെയ്യലടാ. പ്രണവ് എന്ത് പറ്റി? ഹലോ, നീ ആള് കൊള്ളാലടാ. ഒരു ലൂപ്പ് കോൾ കിട്ടി അപ്പൊ തന്നെ ചാടാനുള്ള വഴി നോക്കുവാണോ? ഇവനെ പിടിച്ച് സ്ട്രോങ് ആയിട്ട് കെട്ടിയിട. ഇനി ഇവൻ ചലിക്ക പോലും ചെയ്യരുത്. നീ എങ്ങനെ രക്ഷപ്പെട്ടു പോയാലേ ഗൗതം സാറ് കൃത്യമായിട്ട് തരുന്ന വരുമാനം മുട്ടും. അറിയാലോ നിധി മേഡത്തിന്റെ സ്വഭാവം. ഒച്ചയ്ക്കില്ല പിന്നെ വരണ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ പ്രണവിന്റെ കോള് ശിവാനിക്ക് ചെന്ന് കാണണം. ആ എങ്കിലൊട്ടും വൈകില്ല. കരഞ്ഞു വിളിച്ച് അങ്കിളെ ആന്റി എന്ന് യാചിച്ച് ശിവാനി ഉടൻ നമ്മുടെ അടുത്തെത്തും. ജ്യോതിയെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. എങ്കിലും പറയാം, ഒരു നാഷണൽ അവാർഡിനുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചോണം. സ്നേഹത്തിനും അനുകമ്പയ്ക്കും കരുതലിനും സാന്ത്വനിപ്പിക്കലിനും ഒന്നും ഒരു കുറവും കാണിക്കണ്ട, കേട്ടല്ലോ. ആന്റി, അങ്കിളെ, ആന്റി. എന്താ സുരേഷ് ഇത്? നിങ്ങളൊരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലേ? പേര് മാറിയെന്നല്ലാതെ പഴയ SIയുടെ അതേ ഗുണം തന്നെയാണല്ലോ. എനിക്കങ്ങ് തലപ്പത്ത് വരെ പോലീസ് ഫോഴ്സിൽ ആൾക്കാരുണ്ടെന്ന് SI സാർ മനസ്സിലാക്കിക്കോ. ഞാൻ അതിനും കൂടി അങ്ങ് ഇറങ്ങി തിരിച്ചാ പിന്നെ സാറും കൂടി പണി വാങ്ങിക്കും. അത് വേണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ പ്രണവിനെ കണ്ടുപിടിച്ച് എന്റെ കയ്യിൽ എത്തിക്കാൻ നോക്ക്. പാവം ചെറുക്കൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പോഴാ ഇവന്മാരുടെ ഒക്കെ ഓരോരോ ന്യായങ്ങൾ. പ്രണവിന്റെ ജീവൻ ഒരു ആപത്ത് സംഭവിച്ചിട്ടില്ല. പ്രണവ് ഇപ്പൊ എന്നെ വിളിച്ചു. ദൈവമേ, ഇത് കേൾക്കുമ്പോ തന്നെ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയൂ. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു മോളെ. അവൻ എന്താ പറഞ്ഞത്? ആന്റി, എങ്ങനെ ഒരു ഫോൺ പ്രണവിന്റെ കയ്യിൽ കിട്ടി? അതേന്ന് എന്നെ വിളിച്ചത്. ഇപ്പൊ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു എല്ലാത്തിനും പിന്നിൽ ഗൗതമാണെന്ന്. അയാള് ഗുണ്ടകളെ പിടിച്ചോണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുന്നെന്ന്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഗൗതം അത് ചെയ്യും. സ്വത്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭ്രാന്താവന്. അല്ല മോളെ, പ്രണവ് എവിടെയാ ഉള്ളതെന്ന് വല്ലതും അവൻ പറഞ്ഞായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് SIയും കൂട്ടി അങ്ങോട്ട് പോവാം. ആ സ്ഥലം എവിടെയാണെന്ന് പ്രണവിന് അറിയില്ല ആന്റി. ബുദ്ധിപൂർവ്വം പെരുമാറണ്ടേ ശിവാനി? പ്രണവിന് സ്ഥലം അറിയില്ലെങ്കിൽ പോട്ടെ, ആ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞുകൂടായിരുന്നോ? അത് ഞാൻ പറഞ്ഞു അങ്കിളെ. പ്രണവ് ലൊക്കേഷൻ അയച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഗുണ്ടകൾ വന്ന് ഫോൺ വാങ്ങിച്ചോണ്ട് പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യാ അങ്കിളെ? മോളൊരു കാര്യം ചെയ്യും, ഇപ്പൊ കോഡ് വന്ന ആ നമ്പറിൽ തന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കി. അപ്പൊ തന്നെ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. അങ്കിൾ ഇപ്പൊ തന്നെ ആ SI വിളിക്കും. എന്നിട്ട് ഈ ഫോൺ നമ്പർ കൊടുക്ക്. അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രണവുള്ള സ്ഥലം കണ്ടുപിടിക്കാലോ. അതെങ്ങനെയാ ശിവാനി? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റില്ല. അയ്യോ അല്ല, പ്രണവുള്ള സ്ഥലത്ത് വെച്ചാണല്ലോ അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ആ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചാ പിന്നെ അവിടെ പ്രണവ് കാണുമല്ലോ. കറക്റ്റാ, ബ്രില്യൻ. മോളുടെ ബുദ്ധി അപാരം തന്നെ. ഒരു കാര്യം ചെയ്യും, മോൾ ആ നമ്പർ എടുത്ത് ഞാൻ ആ SIയെ വിളിച്ച് ആ നമ്പർ കൊടുക്കാം. ഈ ലാസ്റ്റ് എടുക്കുന്ന നമ്പറാണ്. ഓക്കെ. ആന്റി, ഇന്ന് തന്നെ പ്രണവിനെ കണ്ടുപിടിക്കൂലല്ലേ? മോള് ധൈര്യമായിട്ടിരിക്കെ. ഇത് ദൈവമായിട്ട് കാണിച്ചെന്ന വഴിയാ. ഇനി കാര്യങ്ങളൊക്കെ CKC നോക്കിക്കോളും. പ്രണവൊന്ന് തിരിച്ചു വന്നോട്ടെ. ആ നിധിക്കും ഗൗതമനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കൂ സുരേഷേ, നാളെ സൂര്യൻ കിഴക്കുദിക്കുന്നത് വരെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സമയം തരൂ. ഇന്ന് രാത്രി തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിരിക്കണം. നാളെ പ്രഭാതത്തിന് മുമ്പ് പ്രണവിനെ എന്റെ കയ്യിൽ എത്തിക്കുകയും വേണം. ഇത് ഞാനൊരു സ്തുക്കടായ SIയോട് നടത്തുന്ന അപേക്ഷയായിട്ടൊന്നും കാണണ്ട. CK ചന്ദ്രബോസ് തരുന്ന ഓർഡറാ.
അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. കാരണം എന്റെ മകളെക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ശിവാനിയുടെ ഭർത്താവാണ് പ്രണവ്. അവനെ എനിക്ക് മണിക്കൂറുകൾക്കകം കിട്ടിയേ പറ്റൂ. കുറച്ചുകൂടെയൊക്കെ മയത്തി പറഞ്ഞാൽ മതിയായിരുന്നു. നോ ജ്യോതിർമയി, ഇക്കാര്യത്തിൽ എനിക്ക് ഒരു ധാക്ഷിണ്യവും ഇല്ല. അതിന് കോൺസ്റ്റബിൾ ആയാലും ശരി, SI ആയാലും ശരി, DGP ആയാലും. മോള് ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ നേരം പുലരുമ്പോ പ്രണവ് നിന്റെ അരികിൽ എത്തിയിരിക്കും. ചെല്ലുമോളെ. ഓക്കെ അങ്കിളെ. ആന്റി ഗുഡ് നൈറ്റ്. ദേശീയ അവാർഡ് കിട്ടുന്ന പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ട് CKC നടത്തിയത് ഓസ്കാറിനുള്ള പെർഫോമൻസ് ആയിരുന്നല്ലോ. ആ SI വിളിച്ചോണ്ടിരുന്നപ്പോഴേ ഇങ്ങോട്ടേക്ക് കോളൊന്നും വരാതിരുന്നത് ഭാഗ്യം. അതിനൊക്കെ ഉള്ള മുൻകരുതൽ ഞാൻ എടുത്തിരുന്നു. ഫോൺ സൈലന്റില്ല. പക്ഷേ എനിക്കൊരു സംശയം, നമ്മുടെ ഈ ഐഡിയ അല്പം പാളിപ്പോയോന്ന്. ശിവാനിയുടെ കയ്യിൽ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞു. അപകടം ചെയ്യൂ? ആ നമ്പറിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. പിന്നെ നാളെ രാവിലെ ആയിട്ടും പ്രണവ് തിരിച്ചു വരാതാവുമ്പോ ഒരു 100 ചോദ്യങ്ങളുമായി ശിവാനി വരും. നമുക്ക് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം. രാത്രിയിൽ തന്നെ നമ്പർ വെച്ച് ലൊക്കേഷൻ ട്രേസ് ചെയ്തു. പോലീസും സംഘവും പല വാഹനങ്ങളിലായി പ്രണവിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന സംഘത്തിലേക്ക് ഇടിച്ച് കയറി. പക്ഷേ മുൻകൂട്ടി വിവരം അറിഞ്ഞ ഗൗതമിന്റെ ആൾക്കാർ പ്രണവിനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ശുഭം. ഇത് മിക്കവാറും സ്ക്രിപ്റ്റിനുള്ള ഓസ്കാറിന് സാധ്യതയുണ്ട്. കണ്ണൊക്കെ നന്നായിട്ട് ചുവന്ന് കിടക്കുന്നുണ്ടല്ലോ. ഉറങ്ങുന്നില്ലേ? ഒരു സ്ഥലത്ത് നീയും അമ്മയും മാത്രം, മറ്റൊരു വീട്ടിൽ നിർമ്മലമ്മ. എല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും?